അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. റിഹ്ലത്തുൻ മഅൽ ഖുർആൻ എന്ന ഖുർആൻ പഠന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂറത്തുൽ ഹുമസയിലെ അല്പം ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ഹുമസയിൽ തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ മറഞ്ഞ സന്ദർഭങ്ങളിൽ ഒക്കെ അവിടുത്തെ വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു ചില ആക്ഷൻ കൊണ്ടൊക്കെ തരം താഴ്ത്തി പറയുകയും ഗീബത്ത് പറയുകയും പരിഹസിക്കുകയും ചെയ്ത വിഭാഗം എന്നോണം അവരെ താക്കീത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സത്യവിശ്വാസികൾ ആ സ്വഭാവത്തു നിന്നും മാറി നിൽക്കണം എന്നുകൂടെ വ്യക്തമാക്കി തരുന്ന സൂറത്തുൽ ഹുമസയിൽ ബാക്കി ഭാഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. കാര്യം ഈ സത്യനിഷേധികളായ വിവരദോഷികളായ അവർ വിചാരിച്ചതുപോലെയല്ല. അവരെ തീർച്ചയായും കത്തിയാളുന്ന നരകത്തിൻ്റെ അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, വമാ അദ്റാക മൽ ഹുതമ. അല്ലയോ പ്രവാചകരെ, അങ്ങേക്കറിയുമോ എന്താണ് ഈ ഹുതമ എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനിൽ ഇതേ സൂറത്തിൽ നാം ആദ്യം പറഞ്ഞു വച്ചത് വൈൽ എന്ന ലഫ്ലായിരുന്നു നരകത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ലഭിക്കുന്ന ശിക്ഷയ്ക്ക് വേണ്ടി ശിക്ഷയാകുന്ന ആ നരകത്തിനെ സൂചിപ്പിച്ച് ഖുർആനിൽ പറഞ്ഞത് വൈൽ. എന്നാൽ ഇപ്പോൾ പരാമർശിക്കുന്നത് ഹുതമ എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുതമ എന്ന വാക്കിനെ അവിടത്തേക്ക് വിശദീകരിച്ച് നൽകുകയാണ്. വമാ അദ്റാക മൽ ഹുതമ. അല്ലയോ പ്രവാചകരെ, അങ്ങേക്കറിയുമോ എന്താണ് ഈ ഹുതമ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് അതിന് മറുപടിയും നൽകുന്നു. നാറുല്ലാഹിൽ മൂഖദ. അത് അള്ളാഹുവിൻ്റെ കത്തിയാളുന്ന കത്തിക്കപ്പെടുന്ന ഏതൊരു വസ്തുവും അതിലേക്ക് എറിയപ്പെട്ടാൽ കത്തി അമർന്നു പോകുന്ന ഒരു നരകമാകുന്നു ഈ ഹുതമ എന്ന് പറഞ്ഞാൽ. അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ. ആ കത്തിയാളുന്ന നരകത്തിൽ അവരെ എറിയപ്പെട്ടാൽ ആ നരകം ഇവരുടെ ഹൃദയങ്ങൾ വരെ അത് വ്യക്തമായി സ്പർശിക്കും. അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ. ഹൃദയങ്ങൾ വരെ സ്പർശിക്കും എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാനമായ ഒരു കാര്യം ഇവിടെയുണ്ട്. ഒരു മനുഷ്യൻ അവനെ അദാബിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും തീയിനാൽ സ്പർശിച്ച് അവൻ്റെ ഹൃദയം ഉൾക്കൊള്ളുന്ന ഭാഗം വരെ കത്തിയമർന്ന ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവന് ഹയാത്ത് നൽകുകയും വീണ്ടും തദവസരം തുടരുകയും ചെയ്യും. എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ അത്രയും കഠിനമായ ശിക്ഷയാണ് ഈ വിഭാഗം ജനങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്നർത്ഥം. ഇന്നഹ അലൈഹിം മുഅ്സ്വദ. നിശ്ചയം ആ കത്തിയാളുന്ന നരകം അത് അവരെ ആകെ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്ത രൂപത്തിൽ അത് അവരെ പൊതിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഫി അമദിൻ മുമദ്ദദ. വളരെ ദൈർഘ്യമേറിയ തൂണുകളാൽ ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. അത്രയും കഠിനമായ അവസ്ഥയിലാണ് ആ നരകം അവർക്ക് അനുഭവിക്കുക എന്നർത്ഥം. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ കഠിനതയെ സംബന്ധിച്ച്, അതായത് അവർക്ക് ലഭിക്കുന്ന ഈ ശിക്ഷയിൽ ഒരു പഴുതും അവർക്ക് ലഭിക്കില്ല എന്നർത്ഥം. റൂഹിന് ആത്മാവിന് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ബന്ധിപ്പിക്കലാണ് ഈ സത്യനിഷേധികളായ ആളുകളെ അള്ളാഹുവിൻ്റെ അദാബിൽ അവർക്ക് ലഭിക്കാനുള്ളത് എന്നർത്ഥം. അത്രയൊരു പഴുതു പോലും അവർക്ക് ലഭിക്കില്ല. മുഴുവനായും അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ സൂറത്തുൽ ഹുമസയിലൂടെ നമ്മെ ഉദ്ബോധിപ്പിച്ച ഈ സത്യനിഷേധികളുടെ പരാമർശവും അവരുടെ മാതൃക പിൻപറ്റുന്ന ഏതൊരുത്തനും വരാനുള്ള അവസ്ഥയെ സംബന്ധിച്ചുമാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദുഷിച്ച ഈ സ്വഭാവ ശൈലികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ഇനി സൂറത്തുൽ ഹുമസയിലെ ബാക്കി ഭാഗത്തിൻ്റെ തജ്വീദ്, ഖിറാഅത്ത്, അതിൻ്റെ ഹുക്മിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അദ്റാക മൽ ഹുതമ. വമാ അദ്റാക. ഇവിടെ വമാ എന്ന ലഫ്ദിന് ശേഷം അദ്റാഖ്
ഇത് രണ്ടിൻ്റെയും ഇടയിൽ നമ്മൾ അല്പം അധികം നീട്ടിയിട്ടാണ് നാം ഓതുന്നത്. വമാ അദ്റാക്, മാ എന്ന മീമിന് ശേഷം തൊട്ട് കാണുന്ന അലിഫ് നാം മുന്നേ പറഞ്ഞു വച്ചിരുന്നു. ഫതഹിന് ശേഷം സുക്കൂനായ അലിഫ് സംഭവിക്കുകയാണെങ്കിൽ അത് മദ്ദക്ഷരമാണ്. മദ്ദക്ഷരത്തിന് ശേഷം വരുന്ന അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ട് മദ്ദിനെ നാം രണ്ടാക്കി തിരിച്ചിരുന്നു. ഒന്ന് മദ് അസ്ലി, എന്നാൽ ഒരലിഫിൻ്റെ ഖദർ മാത്രം നീട്ടി ഉച്ചരിക്കേണ്ടത്. മദ് ഫറായിയാണ് രണ്ടാമത്തേത്, ഒരലിഫിനേക്കാൾ അധികം നീട്ടേണ്ടത്. പലതിനും പല ഹുക്കുമുകളാണ്. ഇവിടെ മദ് ഫറായിൽപ്പെട്ട മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത കലിമത്തിലായി ഹംസ് വരിക എന്നതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ മദ് മുംഫസിൽ എന്നാണ് പറയുക. മുംഫസിൽ, മദ് മുംഫസിൽ. ഒന്നുകിൽ അവിടെ ഓതുന്ന അവസരത്തിൽ ഒരലിഫിൻ്റെ ഖദറാക്കി ഓതുക, വമാ അദ്റാക്. അല്ലെങ്കിൽ നീട്ടുകയാണെങ്കിൽ 3 അലിഫോ അല്ലെങ്കിൽ 3.5 അലിഫോ നീട്ടുക, വമാ അദ്റാക്. ഇങ്ങനെ 2 രൂപത്തിലും ഇവിടെ ഓതാവുന്നതാണ്. ഏതെങ്കിലും ഒരു രൂപം നാം ഓതുകയാണെങ്കിൽ ആ ഖിറാഅത്ത് അവസാനിക്കുന്നത് വരെ ആ രൂപത്തിൽ തന്നെ പിന്തുടരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഉള്ള മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് തൊട്ടടുത്ത കലിമത്തിലായി വന്നാൽ മദ് മുംഫസിൽ എന്നാണ് പറയുക. വമാ ഒരു കലിമത്ത്, അദ്റാക് മറ്റൊരു കലിമത്ത്. അപ്പോൾ 2 കലിമത്തും ചേർന്ന് വരുന്നത് ഒന്ന് മദ്ദക്ഷരവും മറ്റൊന്ന് ഹംസുമാണ്. ഇങ്ങനെ വരുന്ന സമയത്താണ് മദ് മുംഫസിൽ ഉണ്ടാവുക. മദ് മുംഫസിൽ നീട്ടേണ്ടത് ഒന്നുകിൽ ഒരലിഫിൻ്റെ ഖദർ നീട്ടുക, സാധാ പോലെ നമ്മൾ സംസാരത്തിലൊക്കെ നീട്ടുന്നത് പോലെ, സാധാ പോലെ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരലിഫിൻ്റെ ഖദർ, ഖാല ഖാല, ഒരലിഫിൻ്റെ ഖദർ നമ്മൾ നീട്ടിയത്. അതിവിടെ വമാ അദ്റാക്. അതല്ല നീട്ടുകയാണെങ്കിൽ 3 അലിഫോ അല്ലെങ്കിൽ 3.5 അലിഫോ നീട്ടുക, വമാ അദ്റാക്. ഇതാണ് മുംഫസിലിൻ്റെ രൂപം. അദ്റാക്, അദ്റാക്. ദാലി നാം പറഞ്ഞിരുന്നു ഖൽഖലത്ത്. ഖൽഖലത്ത് എന്നാൽ ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ ഒരു ചലന ശബ്ദം ഉണ്ടാവുക. അത് ആ ഖൽഖലത്തിൽപ്പെട്ട അക്ഷരമാണ് ദാല്. അപ്പോൾ നാം ഉച്ചരിക്കേണ്ടത് വമാ അദ്റാക് എന്നാണ്. റാ എന്ന് റാഇന് ഫതഹാവുന്ന അവസരത്തിൽ തഫ്ഹീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. റാഇന് ഫതഹോ ലമ്മോ സംഭവിക്കുകയാണെങ്കിലും തഫ്ഹീമായിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഫതഹ് മാത്രമല്ല ലമ്മാണെങ്കിലും അങ്ങനെ തന്നെ. ഇനി മറ്റു ചില സന്ദർഭങ്ങൾ കൂടെയുണ്ട്, അത് ഭാവിയിൽ നമുക്ക് സംസാരിക്കാം. വമാ അദ്റാക മൽ ഹുതമ. ഇവിടെ ഹുതമ എന്നത് നാം നേരത്തെ പറഞ്ഞിരുന്നു. അത് അക്ഷരത്തെ ത്വാഇനെ ശ്രദ്ധിക്കുകയും അതിൻ്റെ സിഫത്തിനൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. തൊട്ട് മുന്നേയുള്ള അക്ഷരം മീമ്, മീമിന് ഫതഹ് വരുമ്പോൾ അതിന് ഇസ്തിഅലാ വരാതെ, എന്ന് വെച്ചാൽ ഫതഹ് മുതവസ്സിതയായി മൽ ഹുതമ, ത്വാ ഇസ്തിഅലായോടുകൂടെയും തൊട്ട് മുന്നേയുള്ള മീമ് ഇസ്തിഫാൽ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഖ്സയായ ഭാഗം അണ്ണാക്കുമായി അകന്നിരിക്കുക, താഴ്ന്നിരിക്കുക. അപ്പോൾ മ എന്നേ പറയാവൂ, മാ എന്ന് പറയരുത് എന്നർത്ഥം. നാറുല്ലാഹിൽ മൂഖദ. നാറുല്ലാഹ് ഇവിടെ നാം പറഞ്ഞു നാറു. റാഇന് ലമ്മാണെങ്കിലും ഫതഹാണെങ്കിലും റാഇന് തഫ്ഹീമായി വായ നിറച്ച് കനപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. തഫ്ഹീം എന്നാണ് പറയുക. റാഇന് ഫതഹോ ലമ്മോ ആയാൽ റാഇനെ തഫ്ഹീം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. നാറു. ഇനി അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മാണ്. തൊട്ട് മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ നാം ഉച്ചരിക്കേണ്ടത് തഅദീം എന്ന് വെച്ചാൽ തഫ്ഹീം. തഫ്ഹീമിൻ്റെ മറ്റൊരു രൂപമാണ് അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിൽ നാം പറയാൻ പോകുന്നത്. അള്ളാഹ് എന്ന ലഫ്ള് എന്ന ജലാലത്തിൻ്റെ ഇസ്ം ലാമ് കൊണ്ടാണ് എഴുതപ്പെട്ടതായിട്ട് കാണുക. ഈ ലാമിനെ നാം വായ നിറച്ച് തഫ്ഹീമാക്കുന്ന രൂപമാണ് തഅദീം എന്ന് പറയുന്നത്. അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മായതുകൊണ്ട് തഅദീം എന്ന് പറയുന്നു. ലാം ഉച്ചരിക്കുന്ന അതേ മഖ്റജിൽ നിന്ന് തന്നെയാണ് അള്ളാഹ് എന്നും ഉച്ചരിക്കേണ്ടത്. അള്ളാഹ് എന്നുച്ചരിക്കുമ്പോൾ നാവിൻ്റെ തലഭാഗം ഇങ്ങനെ ഒരു നീളമായ ഭാഗം, അതിനോട് നേരിടുന്ന മുകളിലെ
മേലെ മുൻപല്ലിൻ്റെ ഊനുമായിട്ടാണ് ചേർത്ത് വെക്കേണ്ടത്, പല്ലിൽ തട്ടാൻ പാടില്ല. അപ്പോൾ അല്ലാഹ് എന്നുച്ചരിക്കുമ്പോഴും അതേ രൂപമാണ് വേണ്ടത്, പല്ലിൽ തട്ടാൻ പാടില്ല എന്നർത്ഥം. ഇനി നാം പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്ം തൊട്ട് മുന്നേയുള്ള അക്ഷരത്തിന് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തഅദീമാക്കിയാണ് ഉച്ചരിക്കുക, തഫ്ഹീമാക്കിയാണ് ഉച്ചരിക്കുക. തൊട്ട് മുന്നേയുള്ള ലഫ്ലിൻ്റെ അവസാനം എന്ന് വെച്ചാൽ തൊട്ട് മുന്നേയുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ നാം അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തർക്കീക്കാക്കിയാണ് ഉച്ചരിക്കുക, എന്ന് വെച്ചാൽ സാധാ ലാമിൻ്റെ ശബ്ദത്തിലാണ് ഉച്ചരിക്കുക. ബിസ്മി നാം ഓതിയപ്പോൾ അവിടെ പറഞ്ഞിരുന്നു ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞില്ല, കാരണം മീമിന് കസ്റായിരുന്നു. അപ്പോൾ അല്ലാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തർക്കീക്ക് ചെയ്തു, ലാമിനെ സാധാ ലാമിൻ്റെ ശബ്ദത്തിൽ ഉച്ചരിച്ചു. ഇവിടെ നാറുല്ലാഹ്, നാറുല്ലാഹ്, ഇവിടെ റാഇന് ലമ്മാണ്, ലമ്മിന് ശേഷമാണ് അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ വന്നത്. അപ്പോൾ അല്ലാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തഅദീമാക്കി, തഫ്ഹീമാക്കി. ഇതാണ് ഈ രണ്ട് സന്ദർഭം. ജലാലത്തിൻ്റെ ഇസ്മിന് മുന്നേ കസ്റായാൽ ഒരു സന്ദർഭം, ഫത്ഹോ ലമ്മോ ആണെങ്കിൽ മറ്റൊരു സന്ദർഭം. തഅദീമാക്കുക, തർക്കീക്കാക്കുക. തഅദീം എന്നാൽ ഒരർത്ഥത്തിൽ തഫ്ഹീം തന്നെയാണ്. നാറുല്ലാഹിൽ മൂഖദഹ്, ഖാഫ് ശ്രദ്ധിക്കേണ്ടതാണ്, അതിൻ്റെ ഇസ്തില നഷ്ടപ്പെടാതെ, അതുപോലെ തന്നെ മഖ്റജ് മാറിപ്പോവാതെ. ഖാഫാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുർആനിൽ നോക്കിയാൽ കാണാൻ സാധിക്കുക, ഒരു താ കാണാൻ കഴിയും. മൂഖദഹ്, മൂഖദഹ്, നാറുല്ലാഹിൽ മൂഖദതു എന്നാണ് ഉണ്ടാവുക. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഈ താഇനെ ഹ ആയാണ് നാം ഉച്ചരിക്കുന്നത്. അപ്പോൾ നാറുല്ലാഹിൽ മൂഖദഹ് ചേർത്തി അങ്ങോട്ട് ഓതുമ്പോൾ ആ താഇനെ നാം താ ആയി ഉച്ചരിക്കും. നാറുല്ലാഹിൽ മൂഖദതുല്ലതി, അൽ മൂഖദതുല്ലതി ഇങ്ങനെ പറയും. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഈ താഇനെ നാം ഹ ആയാണ് ഉച്ചരിക്കുക. അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ, തത്വലിഉ, തത്വലിഉ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് താ ആണ്, മറ്റൊന്ന് ത്വ ആണ്. രണ്ടും സിഫത്തിൽ ഒരുപാട് മാറ്റങ്ങളുള്ള വിപരീതങ്ങളായ സിഫത്തുകൾ വാങ്ങുന്നവരാണ്. ഒരാൾ ഇസ്തിലാഇൻ്റെ ആളാണ്, മറ്റേയാൾ ഇസ്തിഫാലിൻ്റെ ആളാണ്. താ ആണ് ആദ്യമുള്ളത്. താ ആവട്ടെ ശബ്ദഗതി നാവിൻ്റെ അഖ്സ താഴ്ന്നിരിക്കേണ്ടതാണ്. തൊട്ടടുത്ത അക്ഷരം ത്വ ആണ്. ത്വ ആവട്ടെ നാവിൻ്റെ അഖ്സയായ ഭാഗം ഉയർന്നിരിക്കേണ്ട അക്ഷരവുമാണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോവാതെ പലരും ത്വാഇനെ കണ്ടുകൊണ്ട് അതിന് മുന്നേ തന്നെ താഇനെ ത്വാ പോലെ അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ താ ആദ്യം, രണ്ടാമത് ത്വാ. ത്വാഇനെ കണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒന്നാമത് തന്നെ ത്വാ ആക്കിയിട്ട് ത്വത്വലിഉ എന്നൊന്നും ഓതാൻ പാടില്ല എന്നർത്ഥം. തത്വലിഉ, തത്വലിഉ ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. മാത്രമല്ല അവിടെ ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടു ഐനുകൾ അടുത്തടുത്ത് വരുന്നു. തത്വലിഉ അലൽ, തത്വലിഉ അലൽ. അപ്പോൾ ഇവിടെ ചേർത്തി ഓതുന്ന സമയത്ത് തത്വലിഉ അലൽ എന്നൊക്കെ ആയി പോവാൻ ചാൻസ് ഉണ്ട്. അവിടെ രണ്ടക്ഷരവും രണ്ടും വേറെ വേറെ ആക്കി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരല്പം ഓതുന്ന സമയത്ത് തന്നെ ആ അക്ഷരത്തെ ഉച്ചരിക്കാൻ വേണ്ടി, സിഫത്തിനെ വ്യക്തമാക്കാൻ വേണ്ടി ഒരല്പം സ്പീഡ് കമ്മിയാക്കിയിട്ടൊന്ന് ഓതുന്നത് നല്ലതാണ്. അപ്പോൾ രണ്ടക്ഷരവും വേർതിരിച്ച് പ്രത്യേകം വെളിവായി തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അലൽ അഫ്ഇദ, അഫ്ഇദ. ഇവിടെ ഫ ഉച്ചരിക്കേണ്ടത്, നാം ഇതുവരെ ഫാഇൻ്റെ മഖ്റജിനെ സംബന്ധിച്ച് പറഞ്ഞില്ലായിരുന്നു. ഫ ഉച്ചരിക്കേണ്ടത് താഴെ ചുണ്ട്, ഈ ചുണ്ടിൽ മേലെ മുൻപല്ല്, അതിൻ്റെ ഈ പരന്ന ഭാഗത്ത് വെച്ചുകൊണ്ട് ഫ ഫ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഫ ഫ എന്ന് ഉച്ചരിച്ചാൽ അത് മഖ്റജിൽ നിന്നല്ല, ശബ്ദവ്യത്യാസവും മഖ്റജിൻ്റെ വ്യത്യാസവും ഒക്കെ അവിടെ സംഭവിക്കും. ഉച്ചരിക്കേണ്ടത് ഫ ഫ എന്നാണ്. ഈ ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന മറ്റൊരു അക്ഷരമാണ് ഫ. അഫ് ഇദ, അഫ് ഇദ. ഈ ഭാഗത്തുമുണ്ട് അവസാനം താ ആണുള്ളത്. ഖുർആനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ആ താഇനെ സുക്കൂനായ ഹ ആക്കി നിർത്തും. അഫ് ഇദ, അഫ് ഇദ ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. ഇന്നഹ അലൈഹിം മുഅ്സദ. ഇവിടെ നാം കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു, ഷദ്ദുള്ള നൂനും മീമും എപ്പോഴും മണിക്കണം. ഇന്ന ഷദ്ദുള്ള നൂനാണ്, അവിടെ മണിക്കണം.
അതുപോലെ തന്നെ അലൈഹിമ്മു സ്വദ, അലൈഹിമ്മു, അവിടെ ഒരു ശബ്ദമുള്ള മീമ് വരുന്നുണ്ട്, അവിടെ ഒരു ഹുക്മ് വരുന്നുണ്ട്. ആ ഹുക്മിനെ നമുക്ക് പിന്നീട് വിശാലമായി ചർച്ച ചെയ്യാം. നിലവിൽ നാം ചെയ്യേണ്ടത്, അവിടെ നാം ഓതുമ്പോൾ ഒരു ശബ്ദമുള്ള മീമാക്കി, ഒറ്റ മീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. കാഴ്ചയിൽ 2 മീമ് കാണുമെങ്കിലും അവിടെ ശബ്ദമുള്ള കട്ടിയുള്ള ഒരു മീമാണ് അവിടെ നാം ഓതേണ്ടത്. അലൈഹിം മുസ്വദ, അവിടെയും മണിക്കണം. ശബ്ദമുള്ള നൂനും ശബ്ദമുള്ള മീമും എപ്പോഴും മണിക്കണം. മുസ്വദ, മുസ്വദ, ഇവിടെ മീമിന് ശേഷം സുക്കൂനായ ഹംസാണ്. ഹംസ് ഉച്ചരിക്കുമ്പോൾ കൽഖലത്ത് വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. കൽഖലത്ത് എന്നാൽ നാം പറഞ്ഞു, ഉച്ചരിക്കുന്ന സമയം ചലന ശബ്ദം പുറത്തേക്ക് വരിക, ചലിക്കുന്ന ശബ്ദം വരിക. അബ്, അദ്, അജ്, അഖ്, ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുക. മുസ്വദ എന്നതിൽ ഹംസ് കൽഖലത്തില്ലാത്ത അക്ഷരമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുസ്വദ എന്ന് പറയരുത്. മുസ്വദ എന്ന് പറയാൻ പാടില്ല. മുസ്വദ, 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 അതായത് ഹംസക്ക് സുക്കൂനായി, ആ സുക്കൂനായ ഹംസ അങ്ങനെ കേൾക്കാവൂ. ആ ശബ്ദം അങ്ങോട്ട് എടുത്ത് പറയാൻ പാടില്ല എന്നർത്ഥം. മുസ്വദ എന്ന് പറയരുത്. നാം പാരായണം ചെയ്യേണ്ടത് ഇന്നഹ അലൈഹിം മുസ്വദ, മുസ്വദ, മുഅ് എന്ന് കേൾക്കരുത് എന്നർത്ഥം. തൊട്ടടുത്ത അക്ഷരം സ്വാദാണ്. സ്വാദിനെ സംബന്ധിച്ച് നാം പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കുക. അവസാന ഭാഗം വരുന്നത് ത ആണ്. നാം വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് ഉച്ചരിക്കുക. മുസ്വദ, സ്വദ, ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഫീ അമദിൻ മുമദ്ദദ, ഇവിടെ അമദിൻ മു, ഇവിടെ തൻവീനിനെ മീമിലേക്ക് ചേർത്തിയിട്ടാണ് ഓതേണ്ടത്. അതിൻ്റെ ഹുക്മ് നമുക്ക് വിശാലമായി പിന്നീട് ചർച്ച ചെയ്യാം. അമദിൻ മുമദ്ദദ, തൻവീനിനെ, ആ തൻവീനാകുന്ന സുക്കൂനായ നൂനിനെ നാം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ആ തൻവീനാകുന്ന നൂനിനെ തൊട്ടടുത്ത മീമിലേക്ക് ചേർത്തി ഉച്ചരിക്കുക. അമദിൻ മുമദ്ദദ, അമദിൻ മുമദ്ദദ. ഇവിടെയും അവസാന ഭാഗം ത ആണ് കാണാൻ സാധിക്കുക. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ആ താഇന് സുക്കൂനാക്കുകയും ഹ ആക്കി ഉച്ചരിക്കുകയും ചെയ്യുക. ഫീ അമദിൻ മുമദ്ദദ, ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഇനി നമുക്ക് സൂറത്തുൽ ഹുമസ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ് الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة صدق الله العلي العظيم. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ തജ്വീദ് അനുസരിച്ച് അതിൻ്റെ ഹുക്മുകൾ പാലിച്ച് പാരായണം ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന ഈ ഖുർആൻ പഠന പരമ്പരയിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിൽ നിങ്ങളും പങ്കാളികളാവുക. അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.